ചിന്തിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. കൗതുകമുള്ളൊരു കാര്യം കൂടി പറയാം. അദ്ദേഹം ഈ രാമായണത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയിൽ ഈ രാമനെ ഒരു മാതൃകാ പുരുഷനാണ് എന്ന് വള്ളത്തോൾ പരാമർശിച്ചതിനെ കുറിച്ച് കേസരി എഴുതുന്നത് ഈ പിതൃഭക്തനും ഏകഭാര്യാവ്രതക്കാരനും തൻ്റെ പത്നിയെ മോഷ്ടിച്ചു കൊണ്ടുപോയ രാജാവിൻ്റെ നാട്ടിലെ ജനങ്ങളെ കൊന്നൊടുക്കിയവനും വൈദിക മതത്തിന് കീഴ്പ്പെട്ടവനുമായ രാമനെ ഇനി വരുന്ന കാലത്ത് യുവജനങ്ങൾ ഒരു നിലയ്ക്കും ആരാധിക്കാൻ നിലയില്ല. അടുത്ത വാക്യം, ബഹുഭർത്തൃത്വം അനുവദിക്കുന്നത് കൊണ്ട് യുധിഷ്ഠിരനെ അവർ മാതൃകയാക്കിയേക്കുമെങ്കിലും ആത്മബലമില്ലാത്ത ഒരാളായതുകൊണ്ട് ആ ആദരവിന് വലിയ വിലയൊന്നും കിട്ടാനും ഇടയില്ല. ഇങ്ങനെ യുധിഷ്ഠിരനെയും രാമനെയും ഒക്കെ കുറിച്ച് അദ്ദേഹം പറയുന്നതും വളരെ കൗതുകമുള്ള കാര്യങ്ങളാണ്. ഇതുപോലെ കവികളെക്കുറിച്ചുള്ള ചർച്ചയിൽ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കവികൾ 3 തരമുണ്ട്, അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ. ഒന്ന്, അവർ അർച്ചകരാണ്, പ്രീസ്റ്റ്സ്, പൂജിക്കുന്നവർ. 2, അവർ പ്രവാചകരാണ്, പ്രൊഫറ്റ്സാണ്. 3-മത്തേത് അവർ പ്രചാരകരാണ്, അല്ലെങ്കിൽ ഉപകാരികളാണ്, പർവേഴ്സാണ്. ഇതിൽ ഇന്നത്തെ കാലത്ത് 930കളെ മുൻനിർത്തി അദ്ദേഹം പറയുന്നു, ഇന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹത്തിന് കൂടുതൽ ആവശ്യമുള്ളത് ഈ അർച്ചകരോ അല്ലെങ്കിൽ പ്രവാചകരോ ആയ കലാകാരന്മാരല്ല, മറിച്ച് ഉപകാരികളായ ആളുകളാണ്. ഈ ഉപകാരത്തിൻ്റെ ഘട്ടം കഴിഞ്ഞാൽ വാസ്തവത്തിൽ മറ്റ് പാരമ്പര്യങ്ങൾക്ക് സാഹിത്യത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. സോവിയറ്റ് വിപ്ലവം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ബുഖാറിൻ ഈ മൈക്കോവ്സ്കിയുടെ കവിതകൾക്കെതിരെ ഉയർത്തിയ വിമർശനം കേസരി അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബുഖാറിൻ പറയുന്നത് അദ്ദേഹം ആവിഷ്കരിച്ച വിപ്ലവപരമായ ആശയങ്ങൾ ഇപ്പോൾ നമുക്ക് അത് കടന്നു കഴിഞ്ഞിട്ടുണ്ട്, അത് വീണ്ടും ആവർത്തിക്കേണ്ടതില്ല എന്നതുപോലെ പ്രചാരക കവിതയുടെ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് അവസാനിക്കുമെന്നും അടുത്ത ഘട്ടം ഉയർന്നു വരുമെന്നും ഒക്കെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കേസരിയുടെ പത്രജീവിതത്തിലേക്ക് ആകമാനം നോക്കിയാൽ 3-4 കാര്യങ്ങൾ നമുക്ക് സംഗ്രഹിച്ച് പറയാനായിട്ട് കഴിയും. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജവാഴ്ചയ്ക്കും ദിവാൻ ഭരണത്തിനും സാമ്രാജ്യവാഴ്ചയ്ക്കുമെതിരെയുള്ള ശക്തമായ രാഷ്ട്രീയ നിലപാടാണ് കേസരി കൈക്കൊണ്ടത്. ആ നിലയിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന ഒരാശയത്തിന് വേണ്ടിയുള്ള ബഹുമുഖമായ ആശയാവലികളുടെ അവതരണം കേസരിയുടെ പത്രപ്രവർത്തനത്തിൽ കാണാം. എന്നാൽ അതേസമയം തന്നെ ഇന്ത്യയെപ്പോലൊരു സമൂഹത്തിൽ സ്വാതന്ത്ര്യമെന്നത് സാക്ഷാത്കൃതമാകുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൊണ്ട് മാത്രമല്ല, സാമൂഹിക സ്വാതന്ത്ര്യം കൊണ്ടുകൂടിയാണ് എന്ന നിശിതമായ ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ സാമൂഹിക സ്വാതന്ത്ര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ജാതിക്കെതിരെയും വർണ്ണധർമ്മങ്ങൾക്കെതിരെയും മതാത്മകമായ സംസ്കാര സങ്കല്പങ്ങൾക്കെതിരെയും അദ്ദേഹം നിശിതമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. 3-മത്, ഒരാധുനിക സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അനുബന്ധ ലോകമല്ല കലയും സാഹിത്യവും സംസ്കാരവും എന്ന് മലയാളത്തിൽ വിളിച്ചു പറഞ്ഞ മിക്കവാറും ഒരേ ഒരു പത്രാധിപർ കേസരിയാണ്. കേസരിക്ക് മുമ്പോ കേസരിക്ക് ശേഷമോ കലയ്ക്കും സാഹിത്യത്തിനുമുള്ള ഈ നിർമ്മാണാത്മകമായ പദവിയെ ഉയർത്തിപ്പിടിക്കുകയും ഒരു സമൂഹത്തിൻ്റെ അവബോധ രൂപീകരണത്തിൻ്റെ കേന്ദ്രത്തിൽ കലയും സാഹിത്യവും ഒരു ശക്തിയായി, ഭൗതിക ശക്തിയായി തന്നെ പ്രവർത്തിക്കും എന്ന് കണ്ട് അതിനുവേണ്ടി വാദിക്കുകയും അതിനാകാവുന്നത്ര സ്വയം പരിശ്രമിക്കുകയും ചെയ്ത കേസരിയുടെ വിവർത്തനങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അക്കാലത്ത് ഞാൻ ഒരു കാര്യം മാത്രം പറയാം. 1970കളിൽ മലയാളത്തിൽ പരിചയപ്പെട്ട കാഫ്കയെ 1942 കാഫ്കയുടെ കഥ കേസരി വിവർത്തനം ചെയ്തു. ലൂയി പിരാന്തലോവിനെ വിവർത്തനം ചെയ്തു, ഇബ്സനെ വിവർത്തനം ചെയ്തു, സ്റ്റെൻഡാളിനെയും ബെൽസാക്കിനെയും വിവർത്തനം ചെയ്തു, മോപ്പസാങ്ങിനെ വിവർത്തനം ചെയ്തു, 200ഓളം ചെറുകഥകൾ വിവർത്തനം ചെയ്തു, നാടകങ്ങൾ എല്ലാം ഇങ്ങനെ വിവർത്തനം ചെയ്തുകൊണ്ടിരുന്നു. ഈ വിവർത്തനങ്ങളൊക്കെ റൊമേൻ റോളൻഡിനെ വിവർത്തനം ചെയ്തു. ഗാന്ധിജിയെ എതിർത്ത് മറുഭാഗത്ത് ലേഖനം എഴുതുന്ന സമയത്ത് തന്നെ റൊമേൻ റോളൻഡിൻ്റെ ഗാന്ധിജി ചരിത്രം എഴുതിയിട്ട് അത് കേസരിയിൽ പ്രസിദ്ധീകരിക്കുകയും പുസ്തകമാക്കുകയും ചെയ്തു. ഇങ്ങനെ വിവർത്തനങ്ങൾ എന്ന് പറയുന്നത് കേസരിക്കൊരു സാഹിത്യ ദൗത്യ നിർവഹണം മാത്രമായിരുന്നില്ല,
വിവർത്തനങ്ങൾ തൻ്റെ പത്രപ്രവർത്തനത്തിൻ്റെ സുപ്രധാനമായ ഘടകമായി കേസരി ഉറപ്പിച്ചത് പുതിയൊരു സാഹിത്യ ഭാവുകത്വത്തെ രൂപപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഒരാധുനിക ജനാധിപത്യ സമൂഹത്തെ രൂപപ്പെടുത്താൻ പറ്റില്ല. പവിത്രൻ സാഹിത്യത്തെക്കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു വാക്യം, ഒരു ജനതയുടെ ആത്മനിഷ്ഠതയുടെ ചരിത്രമാണ് സാഹിത്യം എന്നാണ്. അതുകൊണ്ട് ഒരു ജനതയുടെ ആത്മനിഷ്ഠത എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഘടകമാണ്. ആ ആത്മനിഷ്ഠതയെ നവീകരിക്കാനുള്ള സുപ്രധാനമായ ഒരു സമരായുധമാണ് കലയും സംസ്കാരവും സാഹിത്യവും എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അതിനെ ഉയർത്തിക്കൊണ്ടുവരാനാണ് കേസരി മൂന്നാമതായി ശ്രമിച്ചത്. നാലാമതായിട്ട് അദ്ദേഹത്തിൻ്റെ പത്രജീവിതം പുതിയ വിജ്ഞാനത്തിന് വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമമായിരുന്നു. അക്കാലത്ത് ലഭ്യമായ എല്ലാ അറിവുകളെയും കേസരി തൻ്റെ പത്രത്തിലൂടെ മലയാളിക്ക് പകർന്നു കൊടുക്കുകയും ആധുനിക വിജ്ഞാനത്തിൻ്റെ ഒരു ലോകബോധം കേരളത്തിന് കൈവരാനുള്ള പരിശ്രമങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്തു. ഇങ്ങനെ 9 വർഷം മാത്രമാണ് കേസരി പ്രവർത്തിച്ചതെങ്കിലും സംശയരഹിതമായും നമ്മുടെ പത്രജീവിതത്തിൻ്റെ ചരിത്രത്തിൽ അതിന് മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ലാത്ത അത്ര സമഗ്രമായ ജ്ഞാനോദയ ദർശനം കേസരിയുടെ പത്രജീവിതത്തിന് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പത്രാധിപർ എന്ന നിലയ്ക്ക് കേസരി നിലക്കൊണ്ടത് പത്രാധിപരായിട്ടല്ല, മറിച്ച് മലയാളത്തിലെ ആദ്യത്തെ പ്രമുഖനായ രാഷ്ട്രീയ ചിന്തകനായിട്ടാണ്. ഇത് വളരെ വ്യത്യസ്തമായൊരു കാര്യമാണ്. രാഷ്ട്രീയ ചിന്ത, പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുന്നൊരു വിഷയം ഒരുപക്ഷെ മലയാളി ആദ്യമായി മുഖാമുഖം കാണുന്നത് കേസരിയുടെ പത്രജീവിതത്തിലൂടെയാണ്. സ്വദേശാഭിമാനിയോ അതുവരെയുള്ള മറ്റു പത്രാധിപന്മാരോ പൊതുവിൽ വാർത്തയുടെ അവതരണത്തിലും അതിൻ്റെ വിധ്വംസകമായ വിശദീകരണത്തിലുമാണ് നിലനിന്നതെങ്കിൽ കേസരി അതിനപ്പുറത്തേക്ക് പോയി. അദ്ദേഹം പ്രബോധകന്റെ പ്രസ്താവനയിൽ പറയുന്ന കാര്യമുണ്ട്, വാർത്തയും സത്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാർത്ത ഒരവസ്ഥയെക്കുറിച്ചുള്ള വിശദീകരണമാണ്, ഒരവസ്ഥയെ അറിയിക്കലാണ്. സത്യമാകട്ടെ ഈ അവസ്ഥകളുടെ പിന്നിലുള്ള അടിസ്ഥാന കാര്യങ്ങളെ കണ്ടെത്തി ആ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കുന്നതാണ് സത്യബോധം. സത്യബോധം ഉളവാക്കുക എന്നതാണ് പത്രപ്രവർത്തനത്തിൻ്റെ വിപുലമായ താല്പര്യം, വാർത്താവിതരണമല്ല. അതുകൊണ്ട് വാസ്തവത്തിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവിതാംകൂറിലെ സ്ത്രീകളെ കൊലപ്പെടുത്തരുത്, വധശിക്ഷയ്ക്ക് വിധിക്കരുത് എന്നൊരു പ്രമേയം നിയമസഭയിൽ ആരെങ്കിലും അവതരിപ്പിക്കുമ്പോൾ അതൊരു സന്ദർഭമായിട്ടെടുത്തിട്ട് വധശിക്ഷയെക്കുറിച്ച് ഇക്കാലം വരെ മലയാളത്തിൽ എഴുതപ്പെട്ടതിൽ ഏറ്റവും മൗലികമായ ഒരു മുഖപ്രസംഗം, ഒരു ലേഖനം കേസരി എഴുതുന്നു. അല്ലെങ്കിൽ ബഹുഭാര്യാത്വം ഒഴിവാക്കണം, അതിനുള്ള ബഹുഭാര്യാത്വത്തിന് ശിക്ഷ ഒഴിവാക്കണം എന്ന ഒരു പ്രമേയം നിയമസഭയിൽ വരുമ്പോൾ ആ നിയമസഭാ പ്രമേയത്തെ മുൻനിർത്തി കുടുംബത്തെയും വിവാഹം എന്ന സ്ഥാപനത്തെയും ലൈംഗികതയെയും കുറിച്ചുള്ള അതിവിപുലമായ ഒരു ചർച്ചാമണ്ഡലം കേസരി തുറന്നു വയ്ക്കുന്നു. ഇത് നമ്മുടെ പത്രാധിപ ജീവിതത്തിൽ പൊതുവെ കാണാവുന്നതല്ല, ഉള്ളതിൻ്റെ വിവരണമല്ല, ഉള്ളതിൽ നിന്ന് തുടങ്ങി ആ വിഷയത്തെ മറ്റൊരു വിധാനത്തിലേക്ക് ഉയർത്താൻ പോന്ന മട്ടിൽ ഒരു പുതിയ രാഷ്ട്രീയ വീക്ഷണത്തെ, ഒരു രാഷ്ട്രീയ ദർശനത്തെ തൻ്റെ പത്രപ്രവർത്തനത്തിലൂടെ കേസരി നിരന്തരം ഉയർത്തിക്കൊണ്ടുവന്നു. ഒപ്പം തന്നെ രാജവാഴ്ചക്കെതിരായ നിശിതമായ വിമർശനങ്ങൾ, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള വാദങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാങ്കുകളുടെ ദേശസാൽക്കരണം, ഭൂമി പിടിച്ചെടുത്ത് വിതരണം ചെയ്യൽ, ഗ്രന്ഥാലയങ്ങൾക്ക് ഗ്രാൻഡ് നൽകൽ, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഗർഭനിയന്ത്രണത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, ഇതൊക്കെ മറുഭാഗത്തും കേസരി അവതരിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു പത്രാധിപരെന്ന നിലയ്ക്ക് കേസരി ചെയ്യുന്നൊരു കാര്യം മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ ചിന്തകൻ്റെ അവതരണം കൂടിയായിട്ടാണ്. ഈ രാഷ്ട്രീയ ചിന്ത ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹം ആധുനികതയുടെയും ജ്ഞാനോദയത്തിൻ്റെയും മൂല്യങ്ങൾ മലയാളത്തിൽ ഉറപ്പിച്ചെടുക്കാനുള്ള വലിയ പരിശ്രമം എന്ന നിലയിൽ കൂടിയാണ് നടത്തിയത്. ആ നിലയിലും കേസരി മനസ്സിലാക്കപ്പെട്ടോ എന്ന് സംശയമാണ്. കാരണം ഇപ്പോൾ സോവിയറ്റ് റഷ്യയിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് കേസരി പറയുന്നൊരു കാര്യം, ഈ സ്ത്രീ പുരുഷ സമത്വം എന്നത് സോവിയറ്റ് റഷ്യയിൽ നടപ്പിലായിട്ടുണ്ടെങ്കിലും സ്ത്രീകൾക്ക് മേലുള്ള ലൈംഗികമായ ഉടമാധികാരത്തെ ഇല്ലാതാക്കുക എന്നത് അവിടെ ഇല്ലാതാക്കിയിട്ടില്ല. അതുകൂടി ഇല്ലാതാകാതെ വാസ്തവത്തിൽ സ്ത്രീ പുരുഷ സമത്വം സാധ്യമല്ല.
അതുകൊണ്ട് ദാമ്പത്യത്തിനകത്ത് നിലനിൽക്കുന്ന ലൈംഗികമായ ഉടമാവകാശങ്ങളെ കൂടി ഇല്ലാതാക്കുക എന്നത് സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. അതുകൂടി നിറവേറ്റുന്നുണ്ട്. അക്കാര്യത്തിൽ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റുകാർ വാസ്തവത്തിൽ ബൂർഷ്വാ മൂല്യങ്ങളിലാണ് നിലകൊള്ളുന്നത് എന്ന് അന്ന് തന്നെ കേസരി വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ കേസരിയുടെ കാഴ്ച ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആധുനികത എന്ന് പറയുന്നതിനെ കേസരി അതിൻ്റെ ഉള്ളിലെ സമസ്ത വൈരുദ്ധ്യങ്ങളിലും കാണാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ലൈംഗികതയെക്കുറിച്ചോ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് വരുന്ന ദേശീയതയ്ക്കെതിരെ, ദേശീയത എന്ന ആശയത്തെ നിശിതമായിട്ട് വിമർശിക്കുന്ന ഒരാളാണ് കേസരി. അദ്ദേഹം ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ട്, ഗാന്ധിജിയെ പിന്തുണയ്ക്കുന്നുണ്ട്. അതെല്ലാം ചെയ്യുന്ന സമയത്ത് തന്നെ ദേശീയത തെറ്റായ ഒരു ആശയമാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തിന് പിന്തുണയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ മൂർത്തമായ ഒരു ചരിത്ര സന്ദർഭം നൽകുന്ന സമ്മർദ്ദത്തോട് പ്രതികരിക്കലാണ്. എന്തിന് എതിർക്കുന്നു, വിമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരാശയം എന്ന നിലയ്ക്ക് ദേശീയത വിഭാജകമാണ്, അത് സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതല്ല എന്ന ബോധ്യത്തിലാണ്. ഇങ്ങനെ സ്വീകരിക്കുകയും വിമർശിക്കുകയും ചെയ്തുകൊണ്ട് ഗാന്ധിജിയെ